ഗാനമാലപിക്കും. അതിൽ കർത്താവിന് ദാസിയെ പാട്ടിനായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം. Praise the Lord. Praise the Lord. ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു താൻ ജീവിതം ചെയ്യുന്ന സ്വന്തമായി കണ്ടു താൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അന്യദേശത്തു പരദേശിയാ മന്നിതിൽ കൂടാരവാസികളാ അന്യദേശത്തു പരദേശിയാ മന്നിതിൽ കൂടാരവാസികളാ ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി കാത്തു വസിക്കുന്ന വന്നഗരത്തിനായി കാത്തു വസിക്കുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? മേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ മേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ അന്നവൻ നൽകും മന്നയിൽ തൃപ്തരായി അന്നവൻ നൽകും മന്നയിൽ തൃപ്തരായി അക്കരെ വാഗ്ദത്ത നാടിനു പോകുന്ന അക്കരെ വാഗ്ദത്ത നാടിനു പോകുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെ ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? പിന്നിൽ മികബലമുള്ളഴികൾ മുന്നിലോ ചെങ്കടൽ വൻതീരകൾ പിന്നിൽ മികബലമുള്ളഴികൾ മുന്നിലോ ചെങ്കടൽ വൻതീരകൾ എങ്കിലും വിശ്വാസ ചെങ്കോല് നീട്ടിയാവൻ എങ്കിലും വിശ്വാസ ചെങ്കോല് നീട്ടിയാവൻ ചെങ്കടൽ പിളർ കരയെത്തുന്ന ചെങ്കടൽ കരയെത്തുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട ദൈവജനത്തിന്റെ കഷ്ടം മതി പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട ദൈവജനത്തിന്റെ കഷ്ടം മതി മിസ്രയീൻ നിക്ഷേപ വസ്തുക്കളെക്കാളും മിസ്രയീൻ നിക്ഷേപ വസ്തുക്കളെക്കാളും ക്രിസ്തുവിൻ നിന്നയെ സമ്പത്തെന്തെന്നൊന്ന ക്രിസ്തുവിൻ
പാടിടുവിൻ നിന്നെയെ സമ്പത്തെന്നൊന്ന ഭക്തിരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തിരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അങ്കല ചമ്മട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസം പീഡനകൾ ചങ്കല ചമ്മട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസം പീഡനകൾ സിംഹഭദ്രാവും കഷ്ടതയെങ്കിലും സിംഹഭദ്രാവും കഷ്ടതയെങ്കിലും ഭംഗമില്ലാതെ സമരം നടത്തും ഭംഗമില്ലാതെ സമരം നടത്തുന്ന ഭക്തിരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തിരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? മൂന്ന് യാമങ്ങളും വന്തിരയോ മുങ്ങുമാറലയുകിലും മൂന്നു യാമങ്ങളും വന്തിരയോ മുങ്ങുമാറായെങ്കിലും മുറ്റം കാടൽ മീതെ നാലായാമത്തിൽ മുറ്റം കാടൽ തീരെ യാമത്തിൽ ഒറ്റ സഖിയാൻ വന്നിടും നിശ്ചയം ഒറ്റ സഖിയ വന്നിടും നിശ്ചയം ഭക്തിരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തിരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? കഷ്ടതയാകും തടവ് ദുഷ്ടലോക ബന്ധനം ചെയ്യുക കഷ്ടത ആകും കടും തടവ് ദുഷ്ടലോക ബന്ധനം ചെയ്യുക ഒട്ടും ഭയമില്ല അർദ്ധരാത്രിയിൽ ഒട്ടും ഭയമെന്നെ അർദ്ധരാത്രിയിൽ സന്തുഷ്ടരായ ദൈവത്തെ പാടി സ്തുതിക്കുന്ന സന്തുഷ്ടരായ ദൈവത്തെ പാടി സ്തുതിക്കും ഭക്തിരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തിരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൻ തന്റെ ധനത്തിനൊത്ത് ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൻ തന്റെ ധനത്തിനൊത്ത് തീർത്തു തരുന്നു നമ്മുടെ തീർത്തു തരുന്നൊരു നമ്മുടെ ദേവനു സ്തോത്രം പാടിടുവിൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം പാടിടുവിൻ ഹല്ലേലൂയ ആമേൻ ഭക്തിരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തിരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിച്ചല്ലോ. നല്ല സ്വരവും നല്ല ശബ്ദവും നമുക്കിതിലെ ദൈവം കൊടുത്തിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ അതിലെ യുവാജനിക് ജോസഫ് പാലമട്ടം യുവാസിനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കുന്ന തടസ്സമില്ലല്ലോ? ഇല്ല, കേൾക്കാം. ഓക്കെ. ദൈവ നാമം വാഴ്ത്തപ്പെട്ട് പറയട്ടെ. വേഗം വരുവാനിരിക്കുന്ന യേശു ക്രിസ്തുനാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത പ്രിയ ദേവദാസൻ
ദൈവത്തെ സ്തുതിക്ക് ദൈവധാരണമായി അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടിയ വ്യക്തി, പ്രാർത്ഥന വഹിച്ച പ്രിയ ദൈവദാസി, അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രയർ ലൈൻ നൽകുന്ന കർത്താവിന്റെ ദാസൻ സാക്ചറിയാൻ, സിസ്റ്റർ ബിജി, മറ്റ് ഈ ഫോൺ ലൈനിലുള്ള എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാത്രികാലം നമ്മൾ ദിവസത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഫിലിപ്പിയ ലേഖനം ആരംഭിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ അതിന്റെ പശ്ചാത്തലവും ആമുഖവുമായ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായി തീർന്നു. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിന്ന് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് പ്രധാനമായും ആശ്രയിക്കുന്നത് ദൈവ കർത്താവിൽ ആശ്രയിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം ആണ്. അത് ഇംഗ്ലീഷിൽ അത് 6-ാമത്തെ വാക്യമായിട്ടാണ് കാണിക്കുന്നത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:4. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തു നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. Being confident of this very thing, that he who has begun a good work in you will complete it until the day of Jesus Christ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകിയ സമയത്ത് ദൈവജനമായി തിരുസല്ലായിരിക്കാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിച്ചുവല്ലോ. ഇത്രത്തോളം അവിടുന്ന് അടിയങ്ങളെല്ലാം കാത്തനാൽ അങ്ങേ സ്തുതിക്കുന്നു. ഈ വൈകിയ സമയത്ത് തിരുസല്ലായിരിക്കുമ്പോൾ അവിടുത്തെ വനത്തിലൂടെ അവിടുന്ന് അടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണമേ. അവിടുത്തെ സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കും ദൈവത്തിന്റെ വചനം അത് ഞങ്ങളുടെ ഉള്ളം കൂടെ ഇടപെടുമ്പോൾ അത് ഞങ്ങൾക്ക് വിടുതലും അനുഗ്രഹവും രൂപാന്തരവുമായി തിരുവന്തക്കൊണ്ട് സഹായിക്കണമേ. കർത്താവ് യേശുക്രിസ്തു നാമത്തെ ഉയർത്തേണ്ടതിന് അവിടുന്ന് കൃപയുമാറാണ്. എല്ലാ രീതിയിലും അവിടുത്തെ ഉയർത്തേണ്ടാക്കണം. ഈ വചനം പഠിപ്പിക്കുന്ന അടിയനും കേൾക്കുന്ന എല്ലാവർക്കും അത് ഒരുപോലെ അനുഗ്രഹവും വിടുതൽ വർദ്ധന ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യത്തിന്റെ മറവ് ഞങ്ങളെ ഇരുത്തി സഹായിക്കണം. അവിടെ ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ ഇത് ഞങ്ങളായിത്തീരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുത്തെ കരൽ താഴ്മയോട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കലങ്ങെ സ്തുതിക്കുന്നു. യേശുക്രിസ്തു തന്നെ. ആമേൻ ആമേൻ. അപ്പൊ നമ്മൾ വായിച്ച വേദഭാഗം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തു നാളോനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഈ വചനം ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതുകൊണ്ട് തന്നെ അല്പസമയം ഞാൻ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്യത്തെ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പ്രധാനമായി ഈ വചന പഠനം പ്രധാനമായി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നത് ഇതേവരെയുള്ള അവരുടെ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സൽപ്രവൃത്തികളും അവരുടെ സ്വഭാവ മഹിമയും അവരുടെ ദൈവനാമത്തിനായി മുന്നേറാനുള്ള അതിയായ ആഗ്രഹവും കണ്ട പൗലോസിന് ഒരു കാര്യം ഉറപ്പാണ്: ദൈവം അവരിൽ ഒരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചിരിക്കുന്നു. അത് ഇനിയും തുടരും. അത് മാത്രമല്ല, പൂർണ്ണമായ തികവിന്റെ അനുഭവത്തിൽ ഹല്ലേലൂയ പൂർത്തീകരണത്തിലേക്ക് അവരെ നടത്തും. മറ്റു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ പോകുന്നത് പോലെ വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊള്ളുക. നിങ്ങൾ തികഞ്ഞവരായി നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ അവസാനം വരെ ചെന്നെത്തും. കർത്താവിന്റെ വരവെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ഒരുക്കമുള്ളവരായിരിക്കും. ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു ഉപദേശി താൻ സാധാരണ ചെയ്യുന്ന പോലെ സുവിശേഷമൊക്കെ അറിയിച്ചിട്ട് വൈകുന്നേരം മടങ്ങി ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ കളിച്ചു നിന്നിരുന്ന കുറെ ചെറുപ്പക്കാരെ പിള്ളേര് ഈ ഉപദേശിയുടെ അടുത്ത് വന്നു. അപ്പൊ ഉപദേശിയെ കളിയാക്കാനായിട്ട് ഈ ഉപദേശിയോട് ഇങ്ങനെ ചോദിച്ചു, ഉപദേശിയെ നരകത്തിലേക്കുള്ള വഴി ഏതാണെന്ന്. ഉപദേശി ഉടനെ മറുപടി പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ പോകുന്ന വഴിയെ പോയാൽ നിങ്ങൾ നരകത്തിൽ ചെല്ലും എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്നെ കേൾക്കുന്ന ദൈവത്തിനായി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ പോകുന്നത് പോലെ, ഇപ്പോൾ ജീവിക്കുന്ന പോലെ മുന്നോട്ട് പോയാൽ എവിടെ ചെന്ന് ചേരും? ഹല്ലേലൂയ. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന തടസ്സമായി എന്തെങ്കിലും എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റിക്കളഞ്ഞ് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാനും അനേരെ ഒരുക്കുവാനും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ. ഈ വാക്യം കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്ന നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്യമാണ്. ഈ ചിലയിടങ്ങളിലെ കെട്ടിടങ്ങളുടെ ഒക്കെ പണി നടക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് വെക്കാറുണ്ട്, അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന ഒരു ബോർഡ്, അല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നായിരിക്കും അതിന്റെ സൂചന. അതിലൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ, അസൗകര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പോൾ നിങ്ങൾ എല്ലാം അലങ്കുലമായി കിടക്കുന്നതായിരിക്കും കാണുക. നിങ്ങൾക്കിവിടെ മനോഹാരിതയൊന്നും കാണുവാൻ കഴിയില്ല. ഇനി ഒരു ദിവസം ഈ കെട്ടിടത്തിന്റെ പണി തീരും. അന്ന് നിങ്ങൾ കാണുന്ന അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരും എന്നൊക്കെയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കാര്യം കൂടിയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരു പൂർണ്ണത നമ്മൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ നെറ്റിയിൽ അണ്ടർ കൺസ്ട്രക്ഷൻ ഒരു ബോർഡ് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതെ, നമ്മളെ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിലൊരു പണി നടക്കുന്നുണ്ട്. ഞാൻ പൂർണ്ണതയുള്ള വ്യക്തിയായി തീർന്നിട്ടില്ല. നിങ്ങൾക്ക് എന്നിൽ മനോഹാരിത ഒരുപക്ഷെ കാണുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല.
എന്നാൽ ഇനി ഒരു ദിവസം ഞാനാവുന്ന ഈ മന്ദിരത്തിന്റെ കെട്ടിടത്തിന്റെ പണി തീരും, അന്ന് നിങ്ങൾ കാണുന്ന അസൗകര്യവും ഊറുകളൊക്കെ തീരും എന്നാണ് നമ്മളിൽ നടക്കുന്ന പണിയെ സംബന്ധിച്ച് പറയാൻ നമുക്ക് കഴിയുന്നത്. പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തു തന്നെ തികച്ചും എന്ന് പറയുമ്പോൾ തന്റെ ജീവിത സാക്ഷ്യം കൂടിയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ലോകത്തിലെ മിക്ക എഴുത്തുകാരും സെക്കുലർ ആണെങ്കിലും റിലീജിയസ് ആണെങ്കിലും എഴുതി വരുമ്പോൾ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ആ എഴുത്തുകളിൽ കാണാൻ സാധിക്കും. അതെന്താണ് അവരുടെ ജീവിതത്തിലെ അനുഭവം, അത് റിഫ്ലക്ട് ചെയ്യും. എന്ന് പറയാം, പൗലോസ് തന്റെ ജീവിതത്തിലെ സാക്ഷ്യം കൂടിയായിരുന്നു ഈ തന്റെ എഴുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വാക്യ ഭാഗവും അങ്ങനെ തന്നെയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയതല്ല ദൈവത്തിന്റെ പ്രവൃത്തി. പിന്നീട് തന്റെ ജനനം മുതൽ, പിന്നീട് തിരുവചന പഠന സമയത്ത്, അതിനുശേഷം ക്രിസ്തീയ വിശ്വാസത്തിലെ പഠിപ്പിക്കുമ്പോഴുമെല്ലാം കർത്താവിന്റെ പ്രവൃത്തി പൗലോസില് തുടരുകയായിരുന്നു. ഹല്ലേലൂയ. ചരിത്രകാരന്മാർ പറഞ്ഞതനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് പിൽക്കാലത്ത് പൗലോസ് എന്നറിയപ്പെട്ട തർസോസുകാരനായ ശൗൽ യെരുശലേമിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. എന്നാൽ സ്തെഫാനസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ശൗൽ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നതായിട്ട് പ്രവൃത്തികൾ 7:58 കാണുന്നുണ്ട്. തന്റെ മരണത്തിന് മുമ്പായി സ്തെഫാനോസ് വിളിച്ചു പറയുന്നുണ്ട്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അതുപോലെ 59 വാക്യത്തില് കർത്താവ് യേശുവെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനെ മുട്ടുകുത്തി, കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ വിളിച്ച ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അപ്പൊ സ്തെഫാനോസിന്റെ ഈ രീതിയിലുള്ള മരണവും സ്തെഫാനോസ് സാഹചര്യത്തിന്റെ സ്വർഗീയമായ കാഴ്ചയും യേശുക്രിസ്തുവിനെ പോലെ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെ ശൗലിൽ ക്രിസ്തീയ മാർഗത്തെക്കുറിച്ച് എന്തൊക്കെയോ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്, ഒരു വചന പഠിക്കുന്ന ആളെ നിലയ്ക്ക്. അതുപോലെ പൗലോസിന്റെ ഗുരുവായിരുന്ന ഗമാലിയെ പറ്റി പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 5:34 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ട ഗമാലിയല് സന്നിധി സംഘത്തിലെ അഭിപ്രായമൊക്കെ പറഞ്ഞ് നമുക്കറിയാം. ഈ ഗമാലിയയിൽ നിന്നും യേശുവിനെ കുറിച്ചുള്ള വിലയിരുത്തുകൾ പൗലോസ് തീർച്ചയായും കേട്ട് കാണണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി പൗലോസിൽ നടന്നുകൊണ്ടിരിക്കാനാണ് സാധ്യത. ഇങ്ങനെ യേശുവിനെ കുറിച്ച് അനേകം ചോദ്യങ്ങളുള്ള പൗലോസിനെ ഡെമസ്കോസിലുള്ള യാത്രാമധ്യേ യേശുക്രിസ്തു എതിരിടുമ്പോൾ തന്റെ ഉള്ളിലുണ്ടായിരുന്ന സകല ചോദ്യങ്ങൾക്കും ഉത്തരം തനിക്ക് അവിടെ ലഭിക്കാനിടയായി തീർന്നു നമുക്ക് കാണാൻ സാധിക്കും. ആ ഒറ്റ എൻകൗണ്ടറിൽ ആ സകല സംശയങ്ങളും തീർന്ന് പൗലോസ് തീരാനിടയായി തീർന്നു. ഞാനിവിടെ സൂചിപ്പിച്ചത്, ദൈവത്തിന്റെ പൗലോസിലുള്ള പ്രവൃത്തി ഡെമസ്കോസിലുള്ള യാത്രയിൽ കർത്താവ് എതിരിട്ടപ്പോഴല്ല തുടങ്ങിയത്, പിന്നെ പൗലോസിന്റെ ജന്മം മുതൽ തുടങ്ങിയായിരുന്നു. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തോടെ പറയട്ടെ, നമ്മിൽ ഓരോരുത്തരിലുമുള്ള ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങിയത് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ മുതലല്ല, പിന്നെ നമ്മുടെ ജനനം മുതൽ അതുമല്ല, നാം നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവായപ്പോൾ അതുമല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കും ശരി. ഹല്ലേലൂയ. ലോകസ്ഥാനത്തിന് മുമ്പേ നമ്മെ കണ്ട് യേശുക്രിസ്തു വീണ്ടും തോന്നിയ ആ കർത്താവിന്റെ വലിയ സ്നേഹം. ഹല്ലേലൂയ. അതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും മുന്നമേ കണ്ട് വിളിച്ച് വേർതിരിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ഇന്നോളം അത്ഭുതകരമായി നടത്തി ഓരോരോ സ്ഥാനങ്ങളിൽ ദൈവനാമോഹത്തിനായി ദൈവീയ ആലയം സൂക്ഷിച്ച് ചെയ്യുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്നതിനെ ഓർത്ത് കരങ്ങളെ ഉയർത്തിയ ദൈവത്തെ ആയിരിക്കും സ്ഥാനം സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പൗലോസിനുള്ള ദൈവത്തിന്റെ ഒരുക്കപ്പണിയെല്ലാം പൂർത്തിയതിനു ശേഷമാണ് അന്ത്യോക്യയിലുള്ള യാത്രാമധ്യേ കർത്താവ് പൗലോസിനെ എതിരിടുന്നത്. അവിടെ മുതൽ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായത് നമുക്കറിയാം. എന്നാൽ പിന്നെയും പൗലോസിന്റെ ജീവിതത്തിലെ ദൈവം തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. അതാണ് 2 കൊരിന്ത്യർ 12:7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അപ്പൊ പൗലോസിന്റെ ശരീരത്തിൽ ജീവിതാന്ത്യം വരെ നിലനിന്ന ഒരു പണിയായിരുന്നു, ഒരു പ്രവൃത്തിയായിരുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു നമുക്ക് ചിന്തിക്കാൻ കഴിയും. തന്നിൽ നടന്നു വന്നിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ബോധവാനായിരുന്നുകൊണ്ടാണ് താൻ പറയുന്നത്, അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. അപ്പൊ തന്നിൽ നടന്നു വന്നിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ രൂപപ്പെടുത്തിയെടുക്കുവാനാണെന്നും അത് തന്റെ നന്മയ്ക്ക് ആയിരുന്നുവെന്നും അറിയുന്ന പൗലോസ് റോമർ 12:28 വന്നപ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കും നാം അറിയാം. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി ഒരുവനിൽ നടക്കുമ്പോൾ
ആ വ്യക്തിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. എന്നാൽ കാര്യങ്ങളൊക്കെ പ്രതികൂലമായി വരുന്നു എന്ന് തോന്നിയാലും, കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന് തോന്നിയാലും, ഇവിടെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രായം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കും അറിയുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി ഒരു നടക്കുമ്പോൾ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പൗലോസ് ഫിലിപ്പിയർ 4:6 സൂചിപ്പിക്കുന്നത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തിലൂടെ ദൈവത്തോടെ അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളും ജനങ്ങളെയും ക്രിസ്തുവിശുകൾ കാക്കും. അപ്പം വിചാരപ്പെടുവാനും ഭാരപ്പെടുവാനുള്ള ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അവിടെ നമ്മൾ വിചാരപ്പെട്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ താഴ്മയോടെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തെ ശുദ്ധ മനസ്സാക്ഷിയോടെ പിൻപറ്റുന്ന എല്ലാവർക്കും വന്നു ചേരുന്ന എല്ലാം നന്മയ്ക്കാണ് തിരിച്ചറിഞ്ഞ പൗലോസാണ് തന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കേണ്ടതായിത്തീരുന്നത്. ഫിലിപ്പിയർ 1:30 നാം വായിക്കുന്നത്, നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്ന അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പൊ പൗലോസിന്റെ ജീവിതത്തില് ഏറിയ പോരാട്ടങ്ങളുണ്ടായി. അപ്പൊ ആ പോരാട്ടങ്ങളൊക്കെ പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം കൂടെ നിൽക്കുമ്പോൾ കാലത്ത് സംഭവിച്ചാണ്. അതെല്ലാം പൗലോസിനെ രൂപപ്പെടുത്തിയെടുക്കുവാനും പൗലോസിലൂടെ അനേകരെ നേടുവാനും ഒക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇതേ പോരാട്ടം ഇവിടെ പറയുന്നത് നിങ്ങൾക്കുമുണ്ടല്ലോ എന്നാ. അപ്പൊ ഈ പോരാട്ടം എന്നെ കേൾക്കുന്ന നമുക്കെല്ലാം ഈ പോരാട്ടമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഈ പോരാട്ടം വരുമ്പോൾ പറയരുത് ദൈവം എന്നെ തള്ളിക്കളഞ്ഞതാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് കൂടെ ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസ്ഥനിൽ പരാതി പറയുവാനോ വിറവിറുക്കുവാനോ ഒന്നുമല്ല പോകേണ്ടത്. എന്താ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ നടക്കുകയാണ്. ദൈവം നമ്മോട് കൂടി ഇരിക്കുകയാണ്. അതുപോലെ നമ്മിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ ദൈവം ചില പ്രവൃത്തികൾ ചെയ്തെടുക്കുകയാണ്. ഇതേ അറിവ് പ്രാപിച്ച ദാവീദ് ശത്രു രാജാവിന്റെ കയ്യിൽ നിന്നും കൊള്ള കിട്ടിയതുപോലെ തന്റെ ജീവനം കൊണ്ട് ഓടുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്. സങ്കീർത്തനം 34:1 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തോടെ പറയട്ടെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏതൊരു വിധത്തിലുള്ള രോഗങ്ങളോ ഭാരങ്ങളോ കഷ്ടങ്ങളോ എന്തുമാകട്ടെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നും, ദൈവം നമ്മെ കടത്തിവിടുന്ന സാഹചര്യങ്ങൾ കൊണ്ട്, ദൈവം നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ദൈവം നമ്മെ ഇനിയും മാറ്റിയെടുക്കുവാനുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. അപ്പം ദൈവത്തിന് താല്പര്യം നമ്മെ രൂപപ്പെടുത്തിയെടുത്ത് ദൈവ സ്വഭാവത്തിന് അനുരൂപമാക്കി തീർത്ത് നിത്യരായത്തിന് ഒരുക്കുക എന്നുള്ള ദൈവത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഒരുപക്ഷെ ഓരോ ദിവസമുള്ള ജീവിതം എങ്ങനെ കഴിഞ്ഞു പോകണം, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ സാമ്പത്തികമായ ആവശ്യങ്ങൾ എങ്ങനെ ആയിരിക്കണം, രോഗത്തിന്റെ അവസ്ഥകൾ, അതൊക്കെയാണ് നമ്മുടെ കൺസേൺ. എന്നാൽ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിപ്പാനാണ് ദൈവത്തിന്റെ വേണ്ടി നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ദൈവം നോക്കുന്നപ്പോൾ നിത്യതയോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങളൊക്കെ നോക്കുകയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബന്ധത്തിൽ ചെയ്യുകയും ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പലപ്പോഴും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധീകരിച്ചിട്ട് നമ്മൾ അതിനെ ഓർത്ത് വ്യാകുലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ ദാവീദ് പറയുന്ന പോലെ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. അത് ഏത് സാഹചര്യത്തിൽ കടന്നു പോയാലും നമ്മിലെ കുറവുകൾ കണ്ടുപിടിച്ച് ആ ദൈവത്തോട് പറഞ്ഞ് അതിന്റെ ജയം പ്രാപിപ്പാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ നമ്മൾ പാട്ട് പാടുമല്ലോ, നിന്നെ തകർത്തിടാനോ നിന്നെ മുടിച്ചിടാനോ അല്ലല്ല ഈശോദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോദന. ഇവിടെ പാട്ടുകാർ പറഞ്ഞ് നിന്നെ തകർത്തിടാനോ നിന്നെ മുടിച്ചിടാനോ അല്ല ഈശോദന, പിന്നെയോ നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കി തീർക്കുവാൻ. ഹല്ലേലൂയ. അതാണ് ഈ ശോധനയ്ക്ക് കാരണം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കർത്താവിനെ കണ്ടുമുട്ടും വരെ താൻ ഈ ലോകത്തിൽ ഉന്നതമായി കരുതിയിരുന്ന അനേക കാര്യങ്ങളുടെ ലിസ്റ്റ് ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 8 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്ത്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഞാൻ ക്രിസ്തുവിന്റെ ഛേദം എന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. അപ്പൊ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, കർത്താവ് പൗലൂസിൽ തന്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ, ആ ഉന്നത ദർശനം പ്രാപിച്ച പൗലൂസ് മേൽപ്പറഞ്ഞ ഈ ലോകത്തിൽ ഉന്നതമായി കരുതുന്നതെല്ലാം ചവറ് എന്ന് എണ്ണുന്നതിനായി തീർന്നു. പഴയ നിയമകാല ഭക്തന്മാരും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും പെന്തക്കോസ്തിന്റെ ആരംഭകാലത്തുണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാരൊക്കെ ആ ഉന്നത ദർശനം പ്രാപിച്ചവരായിരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്കുള്ളതെല്ലാം ചവറെന്നെണ്ണുവാൻ, നിത്യമായതിനെ മുറുകെ പിടിക്കുവാൻ നമുക്കിടയായി തീരണം. ആത്മീയ ലോകത്ത് പോലും ഇന്ന് യഥാർത്ഥമായ ദൈവിക ദർശനം ഇല്ലാത്ത ആളുകൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടി, ധനത്തിന് വേണ്ടി, പേരിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ട് നമ്മൾ കാണുന്നുണ്ട്.
ഇപ്രകാരം മനുഷ്യരുടെയിൽ ഉന്നതമെന്ന് തോന്നുന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്നത് ലൂക്കോസ് സുവിശേഷം 16:15 നമ്പുറാറ് വായിക്കുന്നുണ്ട്. മനുഷ്യരുടെയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പത്രേ. ന്യൂ കിങ് ജെയിംസ് വേർഷനിലേക്കാണ് നമ്മൾ വായിക്കുന്നത്. ഫോർ വാട്ട് ഈസ് ഹൈലി എസ്റ്റീംഡ് എമംഗ് മെൻ ഈസ് ആൻ അബോമിനേഷൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ മുമ്പിൽ അറപ്പായിരിക്കുന്ന കാര്യങ്ങൾ ഏതാ? മനുഷ്യരുടെ ഇടയിൽ ഉന്നതമെന്ന് സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും പേരുകളും പെരുമയും പ്രസിദ്ധിയും ഒക്കെ, ഇതൊക്കെ ഈ ദൈവത്തിന്റെ സന്നിധിയില് അറപ്പായുള്ള കാര്യങ്ങളാണെന്ന് ആ ഒരു വലിയ ദർശനമെങ്കിലും പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നൊക്കെ നമ്മൾ കാണുന്ന ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പലതും ഇല്ലാതെയായി പോയത്, അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവാൻ ഇടയാകത്തില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പെന്തിക്കോസ് സഭകളിലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അത് ഇന്ന് മാത്രമല്ല, കൊരിന്ത്യൻ സഭയിലും ഉണ്ടായിരുന്നു, നമുക്കറിയാം. അപ്പൊ ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്നു, അത് ഇന്നും ഉണ്ട്. അത് എല്ലാ സമയത്തുള്ള, പക്ഷെ ആ ദർശനം പ്രാപിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കടന്നു വരുവാൻ കഴിയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ കർത്താവിനെ യഥാർത്ഥമായി പിൻപറ്റുവാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ പഴം കഴിക്കാറുണ്ടല്ലോ, ഈ വാഴയിൽ ഉണ്ടാകുന്ന പോലെ അതിന്റെ തൊലി അതിനെ സംരക്ഷിച്ചുകൊണ്ട് അതിന്മേലുണ്ടാവും. ആ തൊലി ഇല്ലാതെ വാഴയ്ക്കയ്ക്ക് നിലനിൽപ്പില്ല. എന്നാൽ ആ തൊലി അവിടെ തൊലി ആ വാഴയ്ക്കായിൽ ഉണ്ടായിരിക്കും ചെയ്ത് അത് അവിടെ നിന്ന് വിളഞ്ഞ് മൂത്ത പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ പഴം എടുത്ത് കഴിക്കാൻ എടുക്കുമ്പോൾ ആ പഴുത്ത തൊലി എടുത്തിട്ട് നമ്മൾ ആ തൊലി ചവിറ്റുകൂട്ടലെറിയും, പഴം മാത്രം നാം കഴിക്കും എന്ന് പറയുന്ന പോലെ ഒന്നുകിൽ കർത്താവിന്റെ വരവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതാവസാനം നമുക്കുള്ളതെല്ലാം ഈ ശരീരം പോലും ചവറ് പോലെ ഉപേക്ഷിച്ചിട്ട് നാം ഈ ലോകം വിട്ട് കടന്നുകൊണ്ടേ തരും. അവിടെ നമ്മുടെ വീടോ വാഹനമോ ബാങ്ക് ബാലൻസോ എന്തുമാട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം പോലും അതിന് പോലും വില ചവറിന്റെ വിലയുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇതെല്ലാം വളരെ നിസ്സാരമാണെന്ന്. ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ നമുക്കുള്ളതെല്ലാം വെറും നിസ്സാര കാര്യങ്ങൾ, ഒന്നിനും യാതൊരു വിലയുമില്ല, നമ്മളെല്ലാം കളഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ. അപ്പൊ അത്രത്തോളം ഉള്ളൂ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന സകലത്തിന്റെയും വില എന്നുള്ള ആ ഒരു ദർശനം നമ്മൾ പ്രാപിച്ചേ തീരണം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചില ബിൽഡിങ്ങുകളുടെ ഒക്കെ പണി തുടങ്ങി വളരെ വേഗം പൂർത്തീകരിക്കും. ഇപ്പൊ പിന്നെ നേരത്തെ തന്നെ ഭിത്തികളൊക്കെ ഉണ്ടാക്കി നിർമ്മിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ വേഗത്തിൽ പണി പൂർത്തീകരിക്കാറുണ്ട്. എന്നാൽ ചില പണികൾ വളരെ നാളുകൾ മുമ്പോട്ട് നീങ്ങാനാവാതെ മുടങ്ങി കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ അധികാരിയുടെ അനുവാദം കിട്ടാത്തതാകാം, അല്ലെങ്കിൽ നിയമ പ്രശ്നങ്ങളാകാം. ഇതേപോലെയാണ് ദൈവത്തിന് തമ്മിലുള്ള പ്രവൃത്തിയും. ദൈവം നമ്മോട് ഇടപെടുമ്പോൾ അതിനനുകൂലമായി പ്രതികരിക്കാതെ നാം ആത്മീയമായി അലസരായിട്ട് ദൈവവുമായി തർക്കിച്ചു നിന്ന് ദൈവത്തിന്റെ ഇടത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കാതെ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിനനുസരിച്ച് ആത്മീയമായി നമ്മളെ തന്നെ ദൈവത്തെ താഴ്ത്തി ഏൽപ്പിക്കാൻ ഇടയാകാതെ പോയാൽ ദൈവത്തിന്റെ നമ്മളുള്ള പ്രവൃത്തി അത് വൈകി പോകുന്നതിനിടയാത്ത് തക്ക സമയത്ത് അതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ കഴിയാതെയായി തീരും. അപ്പോൾ സംഭവിക്കുന്നതാ, നമ്മൾ അലഞ്ഞു തിരിയുന്ന അവസ്ഥയാവും. ദൈവത്തെ പിൻപറ്റി ദൈവത്തിന്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകേണ്ട സമയം പോകേണ്ടതിന് പകരം നമ്മൾ അലഞ്ഞു തിരിയുന്നതിന് നമ്മൾ എങ്ങും എത്തിച്ചേരാതെ അലകടലിന്റെ നടുവില് തീരം കാണാതെ അലയുന്ന ഒരു ബോട്ട് പോലെ നമ്മൾ കടന്ന് കറങ്ങേണ്ടയായി തീരും. നമ്മൾ എങ്ങും എത്തിച്ചേരത്തില്ല, ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയാതെ പോകും. പൗലോസ് അപ്പോസ്തലനോട് ദമസ്കോസിലുള്ള യാത്രാമധ്യേ ദൈവം ഇടപെട്ടപ്പോൾ തന്നെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കേണ്ടത് നമ്മളെ കാണാൻ സാധിക്കും. അതിനുശേഷം അപ്പോസ്തലൻ പൗലോസ് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരിടത്ത് പോലും ആ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. ഏത് സാഹചര്യത്തിലും അപ്പോസ്തലൻ പൗലോസ് മുന്നോട്ട് വരാൻ തയ്യാറായിരിക്കുക. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ മാതൃക. അതുപോലെ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ നമ്മെ അനുസരണത്തോടെ കീഴ്പ്പെടുത്തി കൊടുത്താൽ ദൈവത്തിന് നമ്മിലെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കേണ്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവം പലതവണ ഇടപെട്ടിട്ടും അല്പം പോലും അനുസരിക്കാൻ തയ്യാറാകാതെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ. സങ്കീർത്തനം 68:6 മത്സരികൾ വരണ്ട നിലത്ത് പാർക്കുമെന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ജീവിതത്തിലെ കുടുംബത്തിലും തലമുറയിലും ഒക്കെ അനുഗ്രഹം ഒട്ടുമില്ലാതെ വലിയ വരൾച്ചയുടെ അനുഭവത്തിൽ കടന്നു വരടിയായി തീരും. ഈ നിങ്ങള് മിക്കവരും വിശ്വാസക്കാരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട്. നമ്മളൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ള വിശ്വാസികളായവരുടെ തന്നെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായി ആരും കാണത്തില്ലെന്ന് നമുക്കറിയാം. ഈ കുറ്റങ്ങൾ പറയുന്നവരുടെ ജീവിതത്തിലുണ്ട് കുറ്റങ്ങൾ. ഒരുപക്ഷെ അവർ കാണാതെ പോകുന്നതോ അല്ലെങ്കിൽ കാണാൻ തയ്യാറായിരിക്കുകയോ ചെയ്യാതിരിക്കാം. അപ്പം അവരിലെ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റങ്ങളും കുറവും ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. അപ്പൊ ഓരോ ദിവസവും ആ പ്രവൃത്തിയിൽ ദൈവം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി, ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതാന്ത്യം വരെ നടന്നുകൊണ്ടിരിക്കും. ആർക്കും ഇതിൽ നിന്ന് ഒഴികഴിവുകളൊന്നുമില്ല.
എന്നാൽ ദൈവത്തിന് മുമ്പാകെ നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവഭയത്തോടെ ദൈവത്തെ പിൻപറ്റാൻ ഇടയായാൽ, ദൈവത്തെ ആ പൂർണ്ണതയോടെ ആരാധിപ്പാൻ ഇടയായിത്തീർന്നാൽ ദൈവത്തിന് നമ്മളുള്ള പ്രവൃത്തി വൈകിപ്പോകാതെ ഹല്ലേലൂയ തക്ക സമയത്ത് പൂർത്തീകരിപ്പാൻ ഇടയായിത്തീരും. ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും നമ്മിലെ കുറവുകൾ ഓരോന്നും ദൈവത്തോട് ഏറ്റുപറയാൻ നമുക്ക് കഴിയണം. ചിലരെങ്കിലും സാധാരണ പ്രാർത്ഥിക്കാണ്, ദൈവമേ എന്റെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ എന്നാണ്. ഒരു പൊതു മീറ്റിംഗിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം. എന്നാൽ നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ അത് പ്രയോജനം ചെയ്യത്തില്ല. അത് അനേകം തുണികൾ ഒരു തുണിക്കകത്ത് കെട്ടി ഒരുമിച്ച് അലക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. നമ്മുടെ ഓരോ കുറവുകളും ഓർത്ത് ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ ഓരോ കുറവുകളും ഏറ്റുപറയുമ്പോൾ അത് നാം വീണ്ടും ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ദൈവസന്നിധിയിൽ. അല്ലെങ്കിൽ എന്റെ കുറവുകളെല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം അതെല്ലാം ക്ഷമിച്ചാലും എന്തൊക്കെയായിരുന്നു നമ്മുടെ കുറവുകളെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ നാം അത് പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നാം അറിയാത്ത കുറവുകളാണെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരണമെന്നും പ്രാർത്ഥിക്കാം. കാണിച്ചു തരുമ്പോൾ അതിന് ക്ഷമ ചോദിക്കുവാനും നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ എവിടെയാണ് തകരാറെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നെങ്കിൽ എങ്ങനെയാണ് പരിഹാരം വരുത്തുവാൻ കഴിയുക നമ്മൾ ചിന്തിക്കണം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കേണ്ടിയായിത്തീരുന്നത്. ഒരു ഡോക്ടറെ എടുത്ത് ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഡോക്ടർ ഇത് മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കാൻ കഴിയുക. അല്ലെങ്കിൽ സംശയത്തോടെ എന്തെങ്കിലും ഒരു മരുന്ന് വന്ന് രോഗം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതായിട്ട് വരും. ഒരു അലർജി ഡോക്ടറെ എടുത്ത് ചെന്ന് മരുന്ന് വാങ്ങുമ്പോൾ അലർജി വരുത്തുന്ന വസ്തു അത് ആഹാരമോ മറ്റെന്തെങ്കിലും ആയാലും അത് കണ്ടെത്തി മാറ്റുന്നില്ലെങ്കിൽ അലർജിക്ക് മരുന്ന് കഴിച്ചാലും ശമനം വരാതെയിരിക്കും. അതുപോലെ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായ പാപങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുന്നില്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ദൈവം ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടുപിടിച്ച് പരിഹരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും ആത്മീയമായി മുന്നേറുവാൻ കഴിയാതെ ഇരിക്കും. നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരും. ഒരു പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തെറ്റിൽ നിന്ന് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ച പാപം മാറ്റിക്കളയാതെ അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ചികിത്സ ചെയ്താൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഒരു പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. രോഗം അകമയ്ക്കുണ്ട്, പക്ഷെ ചികിത്സ തൊലിപ്പുറത്താണ് എന്ന് പറയുന്ന പോലെ ഇരിക്കും. നമ്മിലെ കുറവുകൾ കണ്ടുപിടിച്ച് പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞാൽ നമ്മിലെ ദൈവത്തിന്റെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കേണ്ടതായി തീരും. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവസാനിച്ചിട്ടില്ല, അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഒരിക്കൽ ഒരു ടെക്സ്റ്റൈൽ മിൽ കാണാനായിട്ട് കുറെ ആളുകൾ വന്ന ഒരു സംഭവം ഇങ്ങനെ പറയാറുണ്ട്. ടെക്സ്റ്റൈൽ മില്ല് വലിയ ഫേമസ് ആയ ടെക്സ്റ്റൈൽ മില്ല, വളരെ പ്രസിദ്ധമായ ബ്രാൻഡ് നെയിം ഒക്കെ അവർ നിർമ്മിക്കുന്നത്. അപ്പൊ ഈ ടെക്സ്റ്റൈൽ മില്ല് കാണാൻ വന്ന ഗ്രൂപ്പിനെ കൊണ്ട് ഈ കമ്പനിയുടെ മാനേജര് കൊണ്ടുപോയി അതിന്റെ ആദ്യ ഭാഗത്ത് ചെന്നു. ആദ്യ ഭാഗത്ത് ഈ തുണി നെയ്യുന്ന ആദ്യ ഭാഗത്ത് ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ നൂലുകളൊക്കെ ഇങ്ങനെ ഈ പാകി പോകുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ നൂലുകളൊക്കെ പാകുന്നത് കാണാം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിന് കുറുകയുള്ള നൂലുകളൊക്കെ പാകി വരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പം ഈ കൂടെ വന്നതിൽ ഒരു സ്ത്രീക്ക് ക്ഷമയില്ലാതായി. ഇങ്ങനെയാണോ നിങ്ങൾ തുണികൾ ഉണ്ടാക്കുന്നത്? ഇതൊരു ഭംഗിയില്ലല്ലോ കാണാനെന്ന് പറഞ്ഞു. അപ്പോഴ് ഇതിന്റെ മാനേജർ പറഞ്ഞു, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക, നമുക്ക് അതിന്റെ ബാക്കിയൂടെ കണ്ടിട്ട് പറയാൻ പറഞ്ഞു. അപ്പം പിന്നെ അങ്ങോട്ട് ചെന്ന് അതിന്റെ ആ പ്രോഗ്രസ് മുന്നോട്ട് പോയപ്പോൾ അത് വളരെ ഭംഗിയായ തുണിയായി രൂപപ്പെട്ട് വന്നിട്ട് അവസാനം പുറത്തൊരു വളരെ മനോഹരമായ തുണി പുറത്തു വരുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു പ്രോസസ് ഉണ്ട്, തുടക്കവും അതിന്റെ ആ ഇടഭാഗവും ആ അവസാനവും ഒക്കെ വരുമ്പോൾ. ഇതുപോലെയാണ് ദൈവവും ഇടയ്ക്ക് വെച്ച് എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് മനസ്സിലാകാതെ നാം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ മറുപടി ഒന്നും ലഭിച്ചെന്ന് വരത്തില്ല. എന്നാൽ ആകാശത്തെയും ഭൂമിയും അതിൽ സകലത്തെ സൃഷ്ടിച്ച ദൈവവും പറയുന്നത് കാത്തിരിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി പൂർത്തിയാകുമ്പോഴായിരിക്കും നമ്മിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു മനസ്സിലാക്കാൻ കഴിയുക. ഈ മാക്സ് ലുക്കാഡോ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ദൈവദാസൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ടിവിയിലൊക്കെ കാണിക്കാറുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ചിലതെങ്കിലും അത് കണ്ടു കാണും. അതിന്റെ പേര് ഹെരമി ആൻഡ് ഫ്രണ്ട്സ് എന്നാണ്. അതിൽ ഹെരമി എന്ന കാറ്റർപില്ലർ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യം പോലെ അവിടെ പറയുന്നത്. ചോദിക്കുന്ന ഇതാണ്, മറ്റെല്ലാ ജീവികൾക്കും ചില പ്രത്യേക കഴിവുകളുണ്ട്. ബട്ടർഫ്ലൈ പറന്നു നടക്കുന്നു, തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നു, ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ഒരു കാറ്റർപില്ലർ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ മറുപടി, ഞാൻ എന്റെ നിന്നിലുള്ള പ്രവൃത്തി ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല, ഞാൻ നിനക്ക് എന്റേതിലുള്ള ഹൃദയം തരുവാൻ പോവുകയാണ് എന്നാണ്. അപ്പൊ അത് ദൈവത്തിന്റെ നമ്മിലുള്ള പ്രവൃത്തി ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. ദൈവത്തിന്റെ ഹൃദയം നമുക്ക് നൽകുവാനുള്ള പ്രവൃത്തിയിലാണ്. ഹല്ലേലൂയ. അല്പം കഴിഞ്ഞാൽ ആ കാറ്റർപില്ലറിന് ഒരു ചിത്രശലഭമായി പറക്കുവാൻ തക്കവണ്ണമാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനറിയില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ പുരോഗമിച്ചു വരുമ്പോൾ നാം ക്രിസ്തുവാൻ തലയോളം വളർച്ചയിൽ മുന്നേറും. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ള ഭാവം നമ്മിൽ ഉണ്ടാകുകയും ചെയ്യും. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു നാൾ
ചിത്രശലഭം പറക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. നാമും ഈ ശരീരം വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് പറന്നുയരുന്ന, കർത്താവിനോടൊപ്പം പറന്നുയരുന്ന, ആ മധ്യാകാശത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് പറന്നുയരുന്ന ഒരു നാളം വരുന്നുണ്ട്. ഹാലലിയ. അപ്പം അതെല്ലാം കാറ്റർപില്ലർ ചിത്രശലഭമായി തീരും എന്ന് പറയുന്ന പോലെ അതൊരു നിശ്ചയമായ കാര്യമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ദൈവത്തെ സേവിക്കുന്ന നാം കർത്താവിന്റെ വരയിൽ എടുക്കപ്പെടും. നമ്മൾ നിത്യരാജ്യത്തിൽ കർത്താവിനോടൊപ്പം വസിക്കും, നിത്യമായി വാസം ചെയ്യും എന്നുള്ളതൊക്കെ ഉറപ്പായ കാര്യങ്ങളാണ്. അതൊക്കെ സംഭവിക്കുവാനായി ഉള്ള ആ വെയിറ്റിംഗ് പീരീഡിൽ നാം ആയിരിക്കുന്നത്. ദൈവത്തിന്റെ പണി ആ സമയം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാം തിരക്ക് കൂട്ടിയാലും എടുത്തിയാടി പലതും ചെയ്യാതെ, ദൈവസ്ഥാനിലെ ദൈവത്തിന്റെ പ്രവൃത്തി തീരുവോളം ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണ് ദൈവത്തിന് നമ്മോട് പറയുന്നത്. നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ശുദ്ധീകരണമാണ് ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള പദ്ധതി. 1 തെസ്സലോനിക്ക ലേഖനം 4:3 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എഫീസർക്ക് ലേഖനം 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാനത്തിന് മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്ത പോലെ നമ്മുടെ ശരീരത്തിലും അതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റെസ്റ്റോറേഷൻ വർക്ക് കൂടിയാണ്. ഏദൻ തോട്ടത്തില് പാപം മൂലം നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തന്ന് നമ്മെ തേജസ്സിന്റെ അവസ്ഥയിലേക്ക് റെസ്റ്റോർ ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ ദൈവം നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന. ഹല്ലേലൂയ. ഒരു പാറ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു തടി കാണുമ്പോൾ മറ്റാർക്കും ചിലപ്പോൾ ഒന്നും തോന്നുകയില്ലെങ്കിലും ഒരു ശില്പിക്ക് അതിനുള്ളിൽ നിന്നും കുത്തിയെടുക്കാവുന്ന ഒരു മനോഹര ശില്പത്തിന്റെ ഒരു രൂപം ആ മനസ്സിൽ കാണാൻ കഴിയും. ആ ശില്പം കുത്തിയെടുക്കും തോറും അത് മറ്റുള്ളവർക്ക് തെളിവായി വരികയും ചെയ്യും. അതുപോലെ നമ്മെ കാണുന്ന മറ്റുള്ളവർക്കോ നമുക്ക് തന്നെയോ ദൈവത്തിന്റെ തമ്മിലെ പ്രവൃത്തിയുടെ പൂർണ്ണത എന്താണെന്ന് അത് പൂർത്തിയാകും മുമ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അത് ശില്പം തെളിഞ്ഞു വരുന്ന പോലെ അല്പാൽപമായി തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ദൈവത്തിന്റെ തമ്മിലെ പണി. ഒരു ശില്പം ചെത്തി രൂപപ്പെടുത്തുമ്പോൾ ശില്പി ഉദ്ദേശിക്കുന്ന രൂപം ശില്പത്തിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതേസമയം ചെത്തുന്ന പ്രവൃത്തി നടക്കുന്നതുകൊണ്ട് അത് മിക്കപ്പോഴും നമ്മിൽ വേദന ഉളവാക്കുന്നതുമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുവനില് ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ആ വ്യക്തിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ശില്പി ഉളിവുപയോഗിച്ച് എത്തുന്നത് നമുക്ക് പലപ്പോഴും വേദന ഉളവാക്കുമെങ്കിലും നമ്മിലെ ദൈവപ്രവൃത്തി ദൈവം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും എന്റെ ജീവിതത്തില് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല അല്ലെങ്കിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞാല് ആ വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതത്തിന് എന്തോ തകരാറുണ്ട് എന്ന് പറയേണ്ടി വരും. അതുപോലെ ആരെങ്കിലും ഞാൻ ക്രിസ്തീയ ജീവിതത്തില് ആവശ്യമായ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് വളർച്ചയോ മാറ്റങ്ങളോ ജീവിതത്തിൽ ആവശ്യമില്ല എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെയും ക്രിസ്തീയ ജീവിതം വഴിമുട്ടി നിൽക്കുകയല്ലാതെ ആ വ്യക്തിയിൽ വളർച്ചയ്ക്കൊരുങ്ങുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയില്ല. നമുക്ക് മനസ്സിലാക്കണം. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്ന് വായിക്കുന്ന പോലെ എന്നിൽ കുറവുകളുണ്ട്, എന്നിൽ ദൈവപ്രവൃത്തി കൂടിയേ തീരൂ, ഞാൻ കുറവുള്ളവനാണ്, എനിക്ക് ആവശ്യബോധമുള്ള വ്യക്തി, അവരിലാണ് ദൈവത്തിന്റെ ആ പ്രവൃത്തി താമസം കൂടാതെ നടക്കുവാൻ തീർന്നത്. താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരിൽ മാത്രമേ ദൈവത്തിന് തന്റെ ഇഷ്ടം പോലെ ദൈവീയ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യാൻ കഴിയുള്ളൂ. നമ്മെയും ദൈവം മുന്നമേ കണ്ട് നമ്മിൽ നിന്നും ദൈവത്തിന്റെ പ്രയോഗമുള്ള ക്രിസ്തുവിലുള്ള ഭാവത്തോടെയുള്ള ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനായി നമ്മെ തെരഞ്ഞെടുത്ത് നമ്മൾ ദൈവത്തിന്റെ ഉന്നതമായ പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കണം. ഈ ബാംഗ്ലൂരില് പ്രശസ്തമായ രാമയ്യ മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊരു കോളേജുണ്ട്. എൻ്റെ ഒരു കസിൻ അവിടെ പഠിക്കുന്ന കാലത്ത് 80കളിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ കാലങ്ങളില് അനേക വർഷങ്ങളിൽ ആ കോളേജിന്റെ പണി നടന്നുകൊണ്ടിരിക്കാൻ ഓർക്കുന്നുണ്ട്. ഇതേപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞത്, ആരോ ജ്യോതിഷികൾ ഈ രാമയ്യോട് പറഞ്ഞത്രേ ഈ ബിൽഡിങ്ങിന്റെ പണി തീരുമ്പോൾ അദ്ദേഹം മരിച്ചു പോകുമെന്ന്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പണിക്കാരെ കൊണ്ടുവന്ന് ആ കോളേജിന്റെ മുന്നിൽ കുടിൽ കെട്ടി പാർപ്പിച്ച് അനേക വർഷങ്ങൾ അവിടെ കെട്ടിടമാണ് നടന്നു വന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടു കാണാമായിരിക്കും. ആ കോളേജിന് മുമ്പിൽ റോഡിനും കോളേജിനും ഇടയ്ക്കാണ് ഈ കുടിലുകളൊക്കെ കെട്ടി ഇവർ താമസിക്കുന്നത്. ഇതുപോലെ ഓരോ വിശ്വാസത്തിലുള്ള ദൈവത്തിന്റെ വ്യത്യസ്തമായ പണികൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ജീവാവസാനം വരെയും തുടർന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരും മരണം വരെ അവസാനിക്കാത്ത മരണത്തോടുകൂടി മാത്രം അവസാനിക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ മരണത്തോടെയോ അല്ലെങ്കിൽ കർത്താവിന്റെ വരവോടുകൂടിയോ മാത്രമേ ആ ദൈവത്തിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ പണി അവസാനിക്കുകയുള്ളൂ. ജ്യോതിഷികൾ പറഞ്ഞിട്ടല്ലാതെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ദൈവത്തിന്റെ പ്രവൃത്തി അവസാനിക്കുമ്പോൾ ആ വ്യക്തി ലോകത്ത് നിന്ന് മാറ്റപ്പെടും. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പണി പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തുനിന്ന് നിത്യത്തിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു. അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പണിയെല്ലാം പൂർത്തീകരിക്കും. അത് നമ്മൾ ദൈവത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സാത്താന്റെ നമ്മെക്കുറിച്ചുള്ള പദ്ധതികളൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. നമുക്കെതിരായ അവന്റെ ഒരു ആയുധവും ഭരിക്കുകയില്ല ദൈവത്തിന് അവൻ നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു വസ്തുവില്
ഒരു ശില്പി പണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ താൻ പണിയാൻ പോകുന്ന ആ ശില്പത്തിന്റെ പൂർണ്ണരൂപം കാണുമെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അതിനെ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും. ഒരു മനോഹരമായ കെട്ടിടം പണി തുടങ്ങും മുമ്പ് അതിന്റെ ആർക്കിടെക്ട് ആ ബിൽഡിങ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഒരു പേപ്പറിൽ വരച്ച് അതിന് നിറവുമൊക്കെ കൊടുത്ത് ചുറ്റുപാടുമൊക്കെ വെച്ചുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മരങ്ങളുമൊക്കെ വരച്ചു കഴിഞ്ഞ് നാം അത് കണ്ടാൽ അത് ആ ബിൽഡിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഫോട്ടോ എടുത്ത പോലെ യാഥാർത്ഥ്യവും മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയാണ് ദൈവം താൻ വിളിച്ച് വേർതിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് തയ്യാറാക്കുന്ന പദ്ധതി. ദൈവം മുന്നമേ പൂർത്തീകരിച്ച വ്യക്തിയെ കണ്ടിട്ടാണ് പണി തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെല്ലാം പൂർണ്ണമായി അറിയുന്ന നിത്യനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പണിയൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ പോലെയാണ് ദൈവത്തിന്. മിദ്യാന്യരെ ഭയപ്പെട്ട് മുന്തിരിച്ചക്കിനടുത്ത് വെച്ച് ഗോതമ്പ് വിധിക്കുന്ന ഗിദിയോനെ നോക്കി ദൈവത്തിന്റെ ദൂതൻ വിളിക്കുന്ന അല്ലയോ പരാക്രമശാലിയെ എന്നാണ്. ആ സമയത്തും ഗിദിയോൻ ഭയപ്പാടോടെയാണ് ഇരിക്കുന്നത്. എന്നാൽ ദൈവം ഗിദിയോനെ ആരാക്കി തീർക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ ഗിദിയോൻ ആരായി തീരുവാൻ പോകുന്നു എന്നത് അറിഞ്ഞിട്ടാണ് ദൂതൻ വിളിക്കുന്നത് അല്ലയോ പരാക്രമശാലി എന്ന്. അതിനുശേഷമാണ് ദൈവം ഗിദിയോന്റെ ഭയം മാറ്റി പരാക്രമശാലിയാക്കി തീർക്കുവാനുള്ള പരിശീലനമൊക്കെ നൽകേണ്ടിയായി തരുന്നത്. ഈ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് നമുക്കും ആവശ്യമായിരിക്കുന്നത്. നാമും നമ്മുടെ തലമുറകളും ഒക്കെ ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു എന്നതല്ല, പിന്നെയോ ദൈവത്തിന്റെ നമ്മളുള്ള പണി പൂർത്തീകരിക്കുമ്പോൾ, ദൈവത്തിന് നമ്മുടെ തലമുറയിലുള്ള ദൈവത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ, പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ആരായി തീരുവാൻ പോകുന്നു എന്നറിഞ്ഞ് അതിന് ഒരുക്കമുള്ളവരായി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്കിടയായി തരണം. അപ്പം ഈ ഇപ്പോൾ ഒരു കാറ്റർപില്ലർ അതായിരിക്കുന്ന അവസ്ഥയല്ല, അതിന് ഒരു മാറ്റമുള്ള ഒരു അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കും ഒക്കെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിലല്ല, അവർക്കൊരു വ്യത്യസ്തമായ ഒരു ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് ദൈവം വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മുൻകൂട്ടി കാണുവാനും അതിനുവേണ്ടി പ്രാർത്ഥിപ്പാനും അതിനുവേണ്ടി ജാഗരിപ്പാനും അതിനായി ഒരുങ്ങുവാനൊക്കെ നമുക്ക് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ദൈവ മഹത്വത്തോട് പണിയായിത്തീരും. അനേകർ നമ്മളോട് കർത്താവിനെ അറിയുന്നതിനും നിത്യരാജന് അവകാശമാകുന്നതിനും ഇടയായിത്തീരും. ഫിലിപ്പിയ ലേഖനം 1:9-11 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ചത്. നമ്മുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ സകല വിധത്തിലും വർദ്ധിച്ചു വന്നിട്ട് നമ്മൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിൻ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവൃത്തിയാണ് ദൈവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന് ഒരു ആരംഭവും വളർച്ചയും ലക്ഷ്യവുമുണ്ട്, അതിനൊരു അവസാനമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ അവസാനം എന്ന് പറയുന്നത് എല്ലാറ്റിന്റെയും എല്ലാം തീർന്നു പോകുന്ന അവസാനമല്ല, പിന്നെയോ പുതിയൊരു ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ആരംഭമാണ് ഇവിടുത്തെ ജീവിതത്തിന്റെ അവസാനം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ആരംഭമുണ്ട്, അതിന് വളർച്ചയുണ്ട്, ലക്ഷ്യമുണ്ട്, അവസാനമുണ്ട്. അപ്പം ഈ ആരംഭം തുടങ്ങി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറയാനല്ല, പിന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ പാതയിൽ നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. കുശവന്റെ വയിലെ കളിമണ്ണ് പോലെ നാം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുമ്പോൾ ആ ചക്രത്തിന്മേൽ ആ കുശവന് ഇഷ്ടമുള്ള ഒരു പാത്രം ഉണ്ടാക്കുന്ന പോലെ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുശവന് നമ്മെ രൂപപ്പെടുത്തിയെടുത്ത മനോഹരമായ ഒരു വെസലാക്കി തീർത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള വെസലാക്കി തീർക്കുവാൻ തക്കണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ഒരുവനിൽ ആരംഭിക്കുന്ന നല്ല പ്രവൃത്തിയുടെ ഒരു പ്രധാന കാര്യമാണ് വീണ്ടും ജനനം. ഹല്ലേലൂയ. എന്നാൽ പൗലോസിന്റെ ഉദാഹരണത്തിലൂടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വീണ്ടും ജനനത്തിന് മുമ്പ് തന്നെ നമ്മെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്ന ദൈവപ്രവൃത്തി അല്ലെങ്കിൽ ദൈവകൃപ നമ്മിൽ പ്രവർത്തിക്കൊണ്ടിരുന്നതാണ് നമുക്കറിയാമല്ലോ. എഫേസ്യ ലേഖനം 2:8 നമ്മളിങ്ങനെ വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമില്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. അപ്പൊ ആ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വന്നിട്ട് അത് വിശ്വാസത്തെ ഉളവാക്കി അങ്ങനെ ദൈവത്തിന്റെ കൃപ മുന്നമേ തന്നെ നമ്മിൽ പ്രവർത്തിച്ചു. അല്ലാതെ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷമല്ല ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്, പിന്നെയോ അതിനൊക്കെ മുമ്പെയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഒരുവനിൽ ആരംഭിച്ച ഈ നല്ല പ്രവൃത്തി പൂർത്തീകരിക്കൽ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഒരുവനിൽ ആരംഭിച്ച ദൈവപ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനായി ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പൗലോസ് ഇക്കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും,
തന്റെ പുത്രന്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അതിലൊന്ന് തെസ്സലോനിക്ക ലേഖനം 5 ഞാൻ ആ ഭാഗങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല, അതിനുള്ള സമയം എന്റെ ഭാഗ്യമില്ലല്ലോ. 1 തെസ്സലോനിക്ക ലേഖനം 5 23-24 വാക്യങ്ങൾ പൗലോസ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. അപ്പൊ ദൈവം ഒരുവനൊരു പ്രവൃത്തി ആരംഭിച്ചാൽ ആ വ്യക്തിയെ അവസാനം വരെ കൊണ്ടെത്തിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവം ഇടയ്ക്കിട്ട് പോകുന്നവനല്ല. വഴിയിൽ വലഞ്ഞ് അലയാൻ ഇടവരില്ലെന്ന പാട്ടുകാരൻ പാടുന്ന, വഴിയിൽ വലഞ്ഞ് അലയാൻ ഇടവരത്തില്ല. എന്നാൽ മനുഷ്യന്റെ വിശ്വസ്തത അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഫിലിപ്പിയർ വിശ്വസ്തരായിരിക്കുന്നിടത്തോളം കാലം ദൈവം അവരിൽ തുടങ്ങി വെച്ച നല്ല പ്രവൃത്തി യേശുക്രിസ്തു നാളോളം തേക്കുമെന്നൊരു സംശയമില്ല. അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവകൃപയോ ഇവയൊക്കെ തന്റെ വിശ്വസ്തരായൊക്കെ എപ്പോഴും ലഭ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തയും ദൈവകൃപയും തള്ളിക്കളഞ്ഞ് അവിശ്വസ്തരായി തീരുന്നവർക്ക് ഈ ദൈവം വിശ്വസ്തനായിരുന്നാലും അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 2:12 നമ്മളിങ്ങനെ വായിക്കുന്നു, ഏറ്റവും അധികമായി ഭയത്തോടും വിറയോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അവിടെ ഏറ്റവും അധികമായി ഭയത്തോടും വിറയോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊരു നിസ്സാരമായി, ഈ ക്രിസ്തീയ നിസ്സാരമായി എടുക്കേണ്ട ഒരു കാര്യമല്ല. അതിനെ അലസതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല. ഏറ്റവും അധികമായി ഇത് അപ്പോസ്തലനാ പറയുന്നത്. അത് അപ്പോസ്തലൻ പൗലോസ് പിന്നെ ഒറ്റത്ത് പറയുന്നുണ്ടല്ലോ, വല്ല വിധേനയും അത് പിടിക്കാമോ എന്ന് വെച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്പോസ്തലന്മാർ പോലും ഭയത്തോടെയും വിറയിലൂടെയും എങ്ങനെയെങ്കിലും അത് എത്തിപ്പിടിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി തങ്ങളുടെ ക്രിസ്തീയ വിധം ഭയത്തോടെയും വിറയിലൂടെയും നടത്തിയെങ്കിൽ, എന്നിട്ടാണ് ഇവിടെ പറയുന്നത് ഏറ്റവും അധികമായി ഭയത്തോടും വിറയോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തെ നിസ്സാരമായി എടുത്ത് കർത്താവ് വരുമ്പോൾ അങ്ങ് പോകും പൊയ്ക്കോളും എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ ഭയത്തോടും വിറയിലും കൂടെ നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജീവിക്കുന്ന പാപം നിറഞ്ഞ ലോകത്തില്, ബലഹീന ഇടത്തില്, പാപ സ്വാധീനമുള്ള ലോകത്തില് ഒക്കെയാണ് നമ്മളായിരിക്കുന്നത്. അപ്പം ഈ അതേസമയം നമ്മുടെ ശരീരത്തിന്റെ വിടുതൽ പ്രാപിച്ചിട്ടുമില്ല. അപ്പോൾ കർത്താവിന്റെ വരവിലാണ് ആ ഗ്ലോറിഫിക്കേഷൻ നടക്കേണ്ടത്. അപ്പോൾ അതുവരെയും നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ ആത്മാവിന്റെ രക്ഷ പ്രാപിച്ച് നമ്മൾ പിന്നെയും നമ്മൾ രക്ഷയ്ക്കായി പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. അത് ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങനെ ആയിരിക്കേണ്ടതാണ്. ചിലരുണ്ട് ഞായറാഴ്ച ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്നവര് ചർച്ചിൽ പോകുമ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കും. എന്നാൽ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ചയുള്ള ജീവിതം വേറൊരു രീതിയിലുള്ള ജീവിതവുമായി തീർന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരൊന്നും എങ്ങും എത്തിപ്പെടാൻ പോകുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ എല്ലായ്പ്പോഴും 24/7 എല്ലാ സമയവും ഓരോ നിമിഷവും ദിവസത്തിൽ ഭയത്തോടും വിറയിലും കൂടെ തങ്ങളുടെ ആ ക്രിസ്തീയം നയിക്കുന്നവരാണ് കർത്താവിന്റെ വരയിൽ എടുക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ആ ജീവിതത്തിനായി, അങ്ങനെ ഒരു ജീവിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് തീരട്ടെ. തന്റെ കൃപയാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ നിന്ന് നാം അകന്നുപോയാൽ ഹല്ലേലൂയ ദൈവം മുന്നറിയിപ്പ് നൽകും. എന്നാൽ ദൈവീയ മുന്നറിയിപ്പിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നവർക്ക് അത് അവർക്ക് റെസ്റ്റോറേഷന് അല്ലെങ്കിൽ യഥാസ്ഥാപനത്തിന് ഇടയായി തീരും. എന്നാൽ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞ് ദൈവസ്ഥാനത്ത് ദൂരേക്ക് പോകുന്നവരും ദൈവത്തിന്റെ ദയയും വിശ്വസ്തയും കുറവുമില്ല വൃഥാവാക്കി കളയുന്നവരായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ശൗലിന്റെ ചരിത്രം. ശൗല് ദൈവം കൊടുത്ത മുന്നറിയിപ്പുകൾ, കൽപ്പനകളൊക്കെ അനുസരിക്കാതെ അതെല്ലാം തള്ളിക്കളഞ്ഞു, അവിശ്വസനായി തീർന്നു. ദൈവത്തിന്റെ വചനങ്ങള് അല്ല ദൈവത്തിന്റെ കൽപ്പനകൾ തള്ളിക്കളഞ്ഞു. ദൈവസ്ഥാനത്ത് അന്യപ്പെട്ടു പോയി. അവിടെ മടങ്ങി വരാൻ യാതൊരു ശ്രമവും കാണിക്കാതെ പിന്നെയും ദൂരേക്ക് പോയിട്ട് പിന്നെ ഒരിക്കലും മടങ്ങി വരാനാവാതെ ആ നാശത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ശൗലിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് ശൗലും മക്കളും ഉൾപ്പെടെ എന്ന് പറഞ്ഞതുപോലെ ദൈവം ആവർത്തി മുന്നറിയിപ്പുകൾ നമുക്ക് തരുമ്പോൾ തള്ളിക്കളഞ്ഞ് ദിവസം ദൂരേക്ക് പോകാനല്ല, ദിവസത്തിലേക്ക് അടുത്തു വരുവാൻ, അത് അങ്ങനെ ദൈവത്തിന്റെ ദൈവം വിശ്വസ്തയും കൃപയൊക്കെ വൃഥാവാക്കി കളയുവാനല്ല, അതൊക്കെ നമുക്ക് ആദായമാക്കി തീർക്കുവാൻ ദൈവസ്ഥലിൽ നമുക്കത് പ്രയോജനകരമായി തീരുണ്ടാക്കണം. ദൈവസ്ഥലിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടേ തീരണം. അങ്ങനെ ദൈവസ്ഥലിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന് ഇടയായി തീരുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ പൂർത്തീകരിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആത്യന്തിക ലക്ഷ്യം ഫിലിപ്പിയർ 2:5 പൗലോസ് പറയുന്നതുപോലെ ക്രിസ്തുവേശുള്ള ഭാവം നമ്മിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസിനെ പറ്റി പറയുന്നത് നാം ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരണം എന്നുള്ള കാര്യമാണ്. ഫിലിപ്പിയർ നമ്മൾ ഈ വായിച്ച ആ ഭാഗത്ത് കടന്നു വരുമ്പോൾ
നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തു നാളോ അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കും എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു നാളോളം അതിനെ തികയ്ക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ യേശുക്രിസ്തു നാൾ എന്ന ആ ഒരു ഭാഗം, യേശുക്രിസ്തു നാൾ എന്ന പ്രയോഗം പൗലോസ് ലേഖനങ്ങളിൽ 8 പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇതേ അർത്ഥം വരുന്ന ആ നാൾ, ആ ദിവസം എന്ന് പൗലോസ് യേശുക്രിസ്തു നാൾ എന്നതിനെ സൂചിപ്പിക്കാൻ എഴുതിയിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം ഇപ്പോഴും കർത്താവിനോട് ഇരിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട്. ഈ രേഖപ്പെടുത്തിയുള്ള സഭയുടെ ഉൾപ്രാവണം അല്ലെങ്കിൽ സഭയെ ചേർത്ത് അവർക്ക് പ്രതിഫലം നൽകിയതിനു ശേഷം തിരികെ ഭൂമിയിലേക്ക് വരുന്നവരുള്ള സമയത്തെയാണ് യേശുക്രിസ്തു നാൾ എന്നുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് അർത്ഥമാക്കുന്നത്. അത് തുടങ്ങുന്നത് ഈ പറഞ്ഞ 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളാണെങ്കിൽ അത് അവസാനിക്കുന്ന വെളിപാട് പുസ്തകം 19:17 കാണുന്ന യേശുക്രിസ്തു മഹത്വ പ്രത്യക്ഷത ആ സമയത്താണ്. തിരുവേനത്തില് 70 പ്രാവശ്യം യഹോവയുടെ ദിവസം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും പഴയ നിയമത്തില് ന്യായവിധിയുടെ സൂചനയായിട്ടാണ് ഈ ദിവസം വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രഹസ്യപരവ് അതിന്റെ ആരംഭത്തെ കുറിക്കുന്നെങ്കിൽ മലാക്കി 4:1 ചൂട പോലെ കത്തുന്ന ഒരു ദിവസം അതിന്റെ അവസാനത്തെ കുറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തു നാളെന്ന് കേൾക്കുമ്പോൾ അത് യേശുക്രിസ്തു പുനരാഗമനത്തെ ഓർപ്പിക്കുന്നതാകിയാൽ അത് ദൈവത്തിന്റെ പ്രത്യാശയെ വർദ്ധിപ്പിക്കേണ്ടതായിത്തീരുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ വരവിനായി ഒരുക്കമില്ലാത്തവരെ സംബന്ധിച്ചോളം അതവരെ ഭയപ്പെടുത്തുന്നതിനിടയാക്കും. നാളും നാഴികയും നമുക്കാർക്കും അറിയില്ലെങ്കിലും ലോകമെമ്പാടും നടക്കുന്ന സംഭവവാസങ്ങൾ നമ്മുടെ കർത്താവിന്റെ ഒരു ആസന്നമാണെന്ന് വിളിച്ചറിയിക്കുന്നു. നോഹയുടെ നാളിനെ പോലെ അന്നാളിൽ സംഭവിക്കുമെന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരിക്കെ ലോകമെമ്പാടും അക്രമവും ദുഷ്ടതയും കൊള്ളയും കൊള്ളിയും കൊലപാതകവും ഒക്കെ മുൻപൊക്കെ ഉണ്ടാകാത്തത് വർദ്ധിച്ചു വരികയും ഈ ദുഷ്ടയെ നിയന്ത്രിക്കുവാനുള്ള അധികാരികളുടെ സകല പരിശ്രമവും പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ കർത്താവിന്റെ വരവിലൂടെ നാം വളരെ അടുത്തിരിക്കുന്നു. ഇനി കർത്താവിന്റെ ആയിരമായിട്ട് വാഴ്ചയിലെ നീതിയും ന്യായവും സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ. കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെയും ആ ദോഷമായ രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കർത്താവ് മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ളതൊന്നും പ്രത്യാശയ്ക്ക് വക തരാതിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശാ കേന്ദ്രമായ യേശുക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശിപ്പാനും സന്തോഷിക്കുവാനും ആ നല്ല കർത്താവിന്റെ വരവിനായി നോക്കി ഒരുക്കത്തോടെ ആയിരിക്കാനും നമുക്കിടയായിത്തീരട്ടെ എന്ന് കേൾപ്പിച്ച ഇന്ന് നമ്മൾ ചിന്തിച്ച ദൈവവചനം, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തു നാളോളം അതിനെ തേക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ച് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ച നല്ല കർത്താവ് അത് തികച്ചും അതിനായി നമ്മെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ കർത്താവിന്റെ വരെ ഒരുക്കും. കർത്താവിന്റെ നമുക്ക് കടന്നു വേണ്ടിത്തീരണം. അതിനായി നമ്മെ തന്നെ ഒരുക്കുക ദൈവം ഏൽപ്പിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ.